അപ്പോ നമ്മുടെ സിനിമ ഇപ്പൊ റിലീസിന് വരുന്നെങ്കിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സിനിമ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത സിനിമയാണ്. അത് പ്രേക്ഷകരുടെ സിനിമയാണ്. അതിനകത്ത് നമ്മൾ ചില അഡീഷൻസ് ഒക്കെ ചെയ്യും, ഇമാജിനേഷൻ ഒക്കെ ചേർത്ത്. പക്ഷെ അത് നിങ്ങളുടെ സിനിമയാണ്, അതാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ലൈഫാണ് കാണുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അതിന് ഉൾപ്പെടെയാണ്. അപ്പൊ ഈ സമൂഹത്തിലെ കഥയാണ് പ്രേക്ഷകർ പറയും, നിങ്ങളുടെ കഥയാണ്, നിങ്ങൾ ഈ കഥ എങ്ങനെ കാണും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെ പ്രണയിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികളും അമ്മമാരും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അമ്മമാരുള്ളവരും ഈ സിനിമ കാണണം. അപ്പോൾ മെയ് 2nd വീക്കിൽ, അതായത് മെയ് 10 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വനിതാ തിയേറ്ററിൽ ഞങ്ങൾ പ്രൊഡ്യൂസർ ആൻഷൽ റോസ് പറഞ്ഞിരിക്കുന്നത് 100 ടിക്കറ്റ് ആദ്യം വരുന്ന അമ്മമാർക്ക് 100 ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. ആ മദേഴ്സ് ഡേ അല്ലേ. അപ്പൊ ആ സമയത്ത് ഇവിടെ എത്രമാത്രം പ്രാധാന്യം എന്ന് അറിയില്ല, ഇവിടെ വലിയ കാര്യമാണ് അമേരിക്കയിൽ മദേഴ്സ് ഡേ എന്ന് പറയുന്നത്. അത് മദേഴ്സ് ഡേക്ക് 100 ടിക്കറ്റ് ഫ്രീ കൊടുത്തേരുന്നു. ആദ്യം വരുന്നത് 100 അമ്മമാർക്ക് സിനിമ കാണാൻ വരുന്നത് ഫ്രീ ടിക്കറ്റ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ ഈ സിനിമയുടെ പോക്കനുസരിച്ച് റോസ് പറഞ്ഞിരിക്കുന്നത്, നല്ലതുപോലെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു വിഹിതം കേരളത്തിലെ പ്രേക്ഷകർക്ക് അറ്റ്ലീസ്റ്റ് 100 പേർക്കെങ്കിലും എത്തിക്കുമെന്നാണ്. അവർക്ക് ഈ നമ്പർ, ടിക്കറ്റിന് നമ്പർ നറുക്കെടുത്ത് അവർക്ക് ഒരു സമ്മാനം ഉണ്ടാകുന്നത്. അത് 100, ചിലപ്പോൾ 1000 ആവും, ഇപ്പം അറിയത്തില്ല. ഇതിൻ്റെ പോക്കനുസരിച്ചാണ്, എത്ര ഇൻകമാണ് വരുന്നതനുസരിച്ചാണ്. ഇപ്പം ഈ പറഞ്ഞല്ലോ, ഇതൊരു പാഷൻ അല്ല. അത് ഒരുപാട് കോടികൾ ഉണ്ടാക്കി, ഞങ്ങൾ 20 കോടി ഉണ്ടാക്കി, 50 കോടി ഉണ്ടാക്കി, 100 കോടി ഉണ്ടാക്കി എന്ന് ഉണ്ടല്ലോ. പോസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ട് പ്രേക്ഷകർ പ്രയാസപ്പെട്ട് സിനിമ കാശൊക്കെ ഉണ്ടാക്കി സിനിമ കാണാൻ പോകുമ്പോൾ അവർക്ക് കുറെ പേർക്ക് ഒരു അപ്രീഷിയേഷൻ എന്ന നിലയിൽ കുറെ ഒരു ക്രെഡിറ്റ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അല്ലാതെ ഒരു പ്രൊമോഷന്റെ ഭാഗമല്ലത്. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ സിനിമ കാണാൻ പോകും. അപ്പൊ അതിനകത്ത് ഈ സിനിമ കാണാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ മാത്രമേ ആ ലെവൽ നമ്മൾ എത്തുകയുള്ളൂ. ഇപ്പൊ ഇത്ര കോടികൾ ഉണ്ടാക്കുമ്പം 30% പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്, ബാക്കിയെല്ലാം എക്സ്പെൻസാണ്. അപ്പൊ 30% ഒരു പെർസെൻറ്റേജ് ആണ് ഈ നമ്പർ നറുക്കെടുത്ത് 100 അതിൽ കൂടുതലോ ആളുകൾക്ക് കൊടുക്കും. ഇത് അങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു അപ്രീസിയേഷനാണ്, പ്രൊഡ്യൂസറിന്റെ അപ്രീസിയേഷൻ, എൻ്റെ അല്ല, പ്രൊഡ്യൂസറിന്റെ അപ്രീസിയേഷൻ, ആൻഷൽ റോസിന്റെ അപ്രീസിയേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവർ നമ്പർ കീപ്പ് ചെയ്യണം. അവരുടെ നമ്പറുടെ കൗണ്ടർ പോയിൽ ഈ വാങ്ങിക്കുന്നവർ കീപ്പ് ചെയ്തിരിക്കണം. കാരണം അത് നിങ്ങൾക്ക് ഇത് അടിക്കുമ്പോൾ 500 ചിലപ്പോൾ 1000 ആയിരിക്കും എന്തുവാണെങ്കിലും ആ ടിക്കറ്റ് കാണിച്ചെങ്കിൽ മാത്രമേ അത് പ്രൈസ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഈ പറഞ്ഞത് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ ഒരു സമ്മാനങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ പോക്കനുസരിച്ചാണ്, ഒന്നും ഗ്യാരണ്ടിയുടെ, പക്ഷെ അത് ലാഭകരമാകും എന്നാണ് വിശ്വാസം. അതെ, അപ്പൊ അതിനനുസരിച്ചാണ് ആളുകൾ കൂടുതൽ പോകുന്നത്. എന്തായാലും കേരളത്തിലുള്ള മലയാളികൾക്ക് ഒരു അപ്രീഷിയേഷൻ ഉണ്ടാവും. അത് 100 ചിലപ്പോൾ ആകാം, 200 ആകാം, 500 ആകാം. ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നില്ല എത്രയാണ്, എങ്ങനെ അതിന്റെ പോക്കുന്നത്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ പടം ഭയങ്കരമായിട്ട് വിജയകരമായിട്ട് ആശംസിക്കുന്നു. മലയാളത്തില് പടങ്ങൾ ചെയ്യട്ടെ. ഞങ്ങളിപ്പോ പല സിനിമകൾ, ഇപ്പൊ 5 സിനിമയാണ് ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അടുത്ത 24-25 5 സിനിമകളാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു നല്ലൊരു എമൗണ്ട് ആവും. അത് ചിലതൊക്കെ ആൻഷൽ റോസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ആദ്യത്തെ സിനിമയാണ്ട്, ഇത് എങ്ങനെയാണ് ഇതിന്റെ പോക്ക്, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതിന് ശേഷമാണ് ഞങ്ങൾ ഓരോന്നും ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്ത 10 വർഷത്തേക്ക് 20-40 മൂവിയാണ് ഞങ്ങൾ കൈഷപ്പിച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2000 ആർട്ടിസ്റ്റിനെയാണ് വേണ്ടുന്നത്. അപ്പം ഈ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് skyshare.productions@gmail.com അവരുടെ പ്രൊഫൈൽ അയക്കാവുന്നതാണ്. skyshare.productions@gmail.com ആർക്ക് വേണമെങ്കിലും അയക്കാൻ, പ്രായമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും. 2000 ആർട്ടിസ്റ്റിനെ ഞങ്ങൾക്ക്, ജൂനിയറിനും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഞങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. സിനിമ നല്ലതായിരിക്കും. ആർക്ക് വേണമെങ്കിലും അതിനകത്ത് അവർക്ക് ചെയ്യാവുന്നതാണ്. അതെ, എല്ലാവർക്കും അവസരം. മലയാളിക്ക് മൊത്തത്തിലുള്ള അവസരമാണ്. അപ്പൊ 20-40 വരെ മൂവി എന്ന് പറയുമ്പോൾ അത്രമാത്രം പണമാണ് നമ്മൾ കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറായാൽ റെഡി, തയ്യാറല്ലെങ്കിൽ പിന്നെ നമുക്ക് വിഷയമില്ല. ആഗ്രഹം പോലെ എല്ലാം സാധിക്കും. താങ്ക് യു സോ മച്ച്.